ഏയ് ഓഡു വേർഷൻ 16-ൽ വേർഷൻ 16-ലാണ് 18.2 എത്തി നിൽക്കുകയാണ്. പക്ഷേ നമ്മളിവിടെ നോക്കുന്നത് 16-ലാണ്. ഓക്കെ, ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ട്രാൻസാക്ഷൻ അടിക്കുന്ന മെത്തേഡൊക്കെ സിമിലറാണ്. ഓഡു വേർഷൻ 16-ൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എ ആൻഡ് ബി ഡിസൈഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, എ ബി സി ട്രേഡേഴ്സ് അതൊന്നും കാട്ടെ. എ ഇൻവെസ്റ്റ് 10,000, ബി ഇൻവെസ്റ്റ് 15,000 ഇൻ ദി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ബാങ്കിലേക്ക് ടോട്ടൽ 25,000. ഈ ഒരു എൻട്രി മാത്രം എങ്ങനെ എൻട്രി ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓഡുവിൻ്റെ 16 വേർഷനാണ്. നമ്മൾക്ക് ആദ്യം തന്നെ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ എ ബി എന്ന് പറഞ്ഞ് രണ്ട് പേരുടെ പേരിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് എടുത്ത ശേഷം ഞാനിവിടെ ഇക്വിറ്റി ഫിൽട്ടർ ചെയ്യുന്നു. ക്യാപിറ്റൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ പുതിയത് അടിക്കുന്നതിന് പകരം അതിനെ ആക്ഷൻസിൽ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നു. ഓക്കെ, ഒന്നും കൂടി ഒരു ഡ്യൂപ്ലിക്കേഷൻ കൂടെ അടിക്കുന്നു. രണ്ട് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയുമാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആയിട്ടുണ്ട്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേണ്ടത് അവരെ എ 10,000-ഉം ബി 10,000-ഉം ബി 15,000-ഉം കൊണ്ടുവരുന്നതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ബാങ്കിലേക്കാണ്. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം അക്കൗണ്ടിങ്ങിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് അതെങ്ങനെ എൻട്രി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം അക്കൗണ്ടിങ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് കാണാം. ഡാഷ്ബോർഡിൽ നമ്മൾ ഇതൊന്ന് മാറ്റുന്നു. ഓക്കെ, ബാങ്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു പുതിയ ബാങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു ബാങ്ക് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ബാങ്കിൽ തന്നെ അടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാനൊരു പുതിയത് ക്രിയേറ്റ് ചെയ്യണം. റെക്കോർഡ് ട്രാൻസാക്ഷൻസ് മാനുവലി. ടെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ടെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ബാങ്ക് ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ടെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ ആദ്യം ന്യൂ ട്രാൻസാക്ഷൻസ്, ഓക്കെ, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ്, ഇത് കുറച്ച് നമ്മൾ കാൻബാൻ വ്യൂയിലേക്കൊന്ന് പോകാം. അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആവുക. ന്യൂ എടുക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഡേറ്റ് ആവട്ടെ. ഫസ്റ്റ് 10,000 കൊണ്ടിരുന്നു. 10,000 കൊണ്ടിരുന്നു. പാർട്ണർ ഞാൻ കൊടുക്കുന്നില്ല. സെവൻത് ആഡ് ന്യൂ, കാരണം രണ്ടാമത്തും കൂടി ഉണ്ട്. അടുത്തത് 15,000 ആണ്. അപ്പോൾ രണ്ട് എൻട്രീസ് അതിൽ ബാങ്കിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ബാങ്കിൽ റിക്കൺസൈൽ 2 ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. നമ്മൾ നേരെ ആ ട്രാൻസാക്ഷൻസിലാണ് പോയിട്ട് അടിച്ചത്. ഓക്കെ, ഇനി റിക്കൺസൈൽ 2 ഐറ്റംസ് അല്ലെങ്കിൽ എവിടെ തന്നെ അത് അന്നേരം തന്നെ ചെയ്യാം. ഞാൻ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ കാണിക്കും. അതിൽ 10,000 അല്ലെങ്കിൽ 15,000 ഏതെങ്കിലും ഒന്ന് 10,000 സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം ബാങ്ക് സസ്പെൻസിലാണ് പോയിട്ടുണ്ടാവുക. ഓക്കെ, അതിന് നമ്മൾ ബാങ്ക് സസ്പെൻസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മാനുവൽ ഓപ്പറേഷൻസിൽ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് പാർട്ണർ എയുടെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എൻ്റെ പാർട്ണറാണ്. നരേഷൻസ് വേണമെങ്കിൽ ഇടാം. വാലിഡേറ്റ് അടിക്കാം. ആ ഒരു എൻട്രി വാലിഡേറ്റ് ആയി. ഇനി അടുത്തത് 15,000 അത് ക്ലിക്ക് ചെയ്ത് മാനുവൽ ഓപ്പറേഷൻസിലേക്ക് വരും. ക്യാപിറ്റൽ ബി എന്ന ആളുടെ ട്രാൻസാക്ഷനാണ്. വാലിഡേറ്റ് അടിക്കുന്നു. ഓക്കെ, ഇനി ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ടെസ്റ്റ് ബാങ്കിൽ 25,000 ബാലൻസ് ഉണ്ട്. കാരണം രണ്ട് എൻട്രീസും കൂടെ 15,000 വന്നിട്ടുണ്ട്. ഇനി ട്രയൽ ബാലൻസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ട്രയൽ ബാലൻസിൽ ഓൾറെഡി ഉള്ള കുറച്ച് എൻട്രീസ് ഉണ്ടാവും. എന്നാലും നമ്മൾക്ക് ക്യാപിറ്റൽ എ 10,000, ക്യാപിറ്റൽ ബി 15,000 ആ ബാങ്ക് നേരത്തെ നോക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കുക.